നമസ്കാരം. ആത്മീയതയ്ക്കും ഭക്തിക്കും ഏറെ പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം. ഈ മാസത്തിൽ ക്ഷേത്ര ദർശനം, രാമായണ പാരായണം, ദൈവനാമ സ്മരണം എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഈ മാസത്തിന് പ്രത്യേക സ്വാധീനമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോയിൽ പൂര നക്ഷത്രക്കാരുടെ കർക്കിടക മാസഫലമാണ് വിശദമായി പറയുന്നത്. സാമ്പത്തികം, തൊഴിൽ, കുടുംബജീവിതം, ആരോഗ്യം, ഈ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാവുന്ന ജ്യോതിഷപരമായ പരിഹാരങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് സാമ്പത്തിക ഫലം നോക്കാം. കർക്കിടക മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. വരുമാനം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടായാലും അതോടൊപ്പം ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ചെലവും ആലോചിച്ച് മാത്രം നടത്തുക. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ തീരുമാനങ്ങൾ എടുക്കാവൂ. വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിചയസമ്പന്നരുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ്. ആർക്കെങ്കിലും കടം കൊടുക്കുന്ന സാഹചര്യം വന്നാൽ വളരെ ശ്രദ്ധിക്കുക. തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. മാസാവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി ക്രമേണ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. തുടക്കത്തിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വൈകുന്നതായി തോന്നുമെങ്കിലും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ അതിന്റെ ഫലം പിന്നീട് ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. സംസാരത്തിൽ സൗമ്യത പുലർത്തുന്നത് അനാവശ്യ അഭിപ്രായങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ പുതിയ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ ആലോചിച്ചു മാത്രം മുന്നോട്ടു പോകുക. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസത്തിലുണ്ട്. കുടുംബജീവിതത്തിൽ പൊതുവെ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിച്ചേക്കാം. എന്നാൽ ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. ക്ഷമയോടെയും സ്നേഹത്തോടെയും സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും മനസ്സിലാക്കലും കൂടുതൽ ശക്തമാകുന്ന സമയമാണ്. വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. മഴക്കാലമായതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, അലർജി തുടങ്ങിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, ഉറക്കക്കുറവ് ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നതും വളരെ പ്രധാനമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും മാറ്റിവെക്കുന്നത് ഗുണകരമായിരിക്കും. ചില പദ്ധതികൾ പ്രതീക്ഷിച്ചതിലും വൈകി പൂർത്തിയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മടിയോ ഉദാസീനതയോ കാരണം ബന്ധപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടാനും ഇടയാക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിച്ചാൽ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് മാത്രം എടുക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓരോ ദിവസവും കൃത്യമായ സമയക്രമം പാലിച്ച് പ്രവർത്തിക്കുക. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുകയും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യുക. ഇതിലൂടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. കർക്കിടക മാസത്തിൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ശുഭകരമാണ്. സാധ്യമെങ്കിൽ പിൻവിളക്കും വഴിപാടായി സമർപ്പിക്കാം. പൂയം നക്ഷത്ര ദിവസത്തിൽ ശിവനാമ സ്മരണ നടത്തുന്നതും ആത്മീയമായി ഗുണകരമാണെന്ന് കരുതപ്പെടുന്നു. നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കുമെന്നാണ് പരമ്പരാഗത വിശ്വാസം. ദിവസവും കുറഞ്ഞത് 108 പ്രാവശ്യം ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ രാമായണ പാരായണമോ ദൈവനാമ സ്മരണമോ ഈ മാസങ്ങളിൽ ശീലിക്കുന്നത് ആത്മീയമായ ഉണർവും നൽകുമെന്ന് വിശ്വസിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം പരിശ്രമത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും മാസമായി മാറാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിവേകത്തോടെയും മുന്നോട്ട് പോയാൽ പല വെല്ലുവിളികളെയും വിജയകരമായി മറികടക്കാൻ കഴിയും. ദൈവവിശ്വാസവും പോസിറ്റീവ് ചിന്തയും കൈവിടാതെ മുന്നോട്ട് പോകുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കർക്കിടക മാസഫലങ്ങളും ആത്മീയ വീഡിയോകളും ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി, നമസ്കാരം.